അതും ശരിയാ. വേറെന്തെങ്കിലും വഴി കാണും. ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ എനിക്ക് കിട്ടിയ വലിയൊരു അവസരം ഇത്. അത് ഞാൻ നഷ്ടപ്പെടുത്തില്ല. ഏറ്റെടുത്ത ജോലി ഭംഗിയായിട്ട് തന്നെ ചെയ്യും. നോക്കിക്കോ, കാശ് എവിടെന്നെങ്കിലും ഞാൻ സംഘടിപ്പിക്കും. അത് പിന്നെ മഹേന്ദ്ര, ഇതൊരു അത്യാവശ്യത്തിനാ. ഞാൻ ഇതുവരെ കാശ് കടം ചോദിച്ചിട്ടില്ലല്ലോ, ആദ്യമായിട്ടാ ചോദിക്കുന്നേ. ഇത് അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാ. അല്ലെങ്കിൽ തൽക്കാലം നിന്റെ കയ്യിലുള്ളത് ഞാൻ പെട്ടെന്ന് തിരിച്ചു തന്നോളാം. ഓ അത് ശരി. എങ്കിൽ പിന്നെ നിന്റെ കാര്യം നടക്കട്ടെ, ഞാൻ വേറെ ആരോടും ചോദിച്ചോളാം. ഓക്കെ. വേറെ ആരോടും ഇപ്പൊ ചോദിക്കുക? ഇപ്പൊ സുരേഷിനോട് ചോദിച്ചു നോക്കിയാലോ. അച്ഛാ സുരേഷേ, ഞാനേ വേണ്ട, ഫോൺ കട്ട് ചെയ്ത്. ആരെയും വിളിക്കണ്ട. എന്ത് വേണ്ടത്? എന്തിനാ അച്ഛാ ഞങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോടൊക്കെ കെഞ്ചുന്നേ? കെഞ്ചാനോ? ഇവിടെ ഒരാവശ്യം വരുമ്പോ കടം ചോദിക്കുന്നത് സാധാരണല്ലേ? അച്ഛനത് സാധാരണയല്ല. എന്റെ അച്ഛൻ കാശിന് വേണ്ടി ആരുടെ മുമ്പിലും കൈ നീട്ടുന്നത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഇതാദ്യമായിട്ടാ. എന്റെ അച്ഛൻ ആരുടെ മുന്നിലും ചെറുതാവരുത്. എനിക്കത് സഹിക്കില്ല. എടാ, നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടിയല്ലേ. പിന്നെ നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവില്ലേ. പെട്ടെന്ന് ഇത്രയും വലിയ തുക നിങ്ങൾ എങ്ങനെ സംഘടിപ്പിക്കാനാ? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അച്ഛാ, അതൊന്നും വേണ്ട. കാശൊക്കെ ഞങ്ങൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചോളാം. അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അത് മതി. വെറുതെ കൂടുന്നിട്ട് എന്താ കാര്യം മോളെ? കാശിന് കാശ് തന്നെ വേണ്ടേ? നിങ്ങളുടെയൊക്കെ ഞാൻ പോരാം. സച്ചേട്ടാ, അച്ഛനോട് പറയേണ്ടിയിരുന്നില്ലല്ലേ? ഇത്രയും വലിയൊരു ഓർഡർ ആദ്യമായിട്ട് കിട്ടല്ലേ. ആ സന്തോഷം അച്ഛനോട് പറഞ്ഞില്ലെങ്കിൽ വേറെ ആരോട് പറയാനാ? കാശിന്റെ ആവശ്യമുണ്ടെന്ന് പറയേണ്ടിയിരുന്നില്ല എന്നാ പറഞ്ഞേ. എടാ സച്ചി, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും കാശ് തരണമെന്ന് എനിക്കുണ്ട്. പക്ഷേ അതിന് കടം വാങ്ങിക്കല്ലാതെ വേറെ വഴിയില്ല എനിക്ക്. നിങ്ങളാണെങ്കിൽ അതിന് വിടുന്നില്ല. ഇതൊരു 25,000 രൂപയുണ്ട്. അച്ഛൻ്റെ കയ്യിൽ ഇപ്പം ഇത്രയേ ഉള്ളൂ. ഇത് വാങ്ങിക്കേ. ബാക്കി എത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കേ. വേണ്ട സാർ. അതെ, ഇത് അച്ഛൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. അച്ഛൻ എന്തേലും ആവശ്യം കാണില്ലേ? എനിക്കെന്താ ആവശ്യം മക്കളെ? അഥവാ എനിക്കെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ആവശ്യത്തേക്കാൾ വലുതല്ല എനിക്കൊന്നും. ആദ്യം നിങ്ങളുടെ കാര്യം നടക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടത് വലിയൊരു തുകയാ. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ലെന്ന് എനിക്കറിയാം. അണ്ണാറക്കണ്ണനും തന്നാലായെന്ന് പറയുന്ന പോലെ എനിക്കാവുന്ന ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇത് വാങ്ങിക്കേ. വേണ്ട സാർ. നീ ഇത് വാങ്ങിയില്ലെങ്കിൽ എനിക്ക് വിഷമോ? പിടിക്കേ. സച്ചി, ഉയരങ്ങളിലേക്കുള്ള യാത്രയിൽ ഇതൊക്കെ സാധാരണ കിതയ്ക്കും, നന്നായി വിയർക്കും, ക്ഷീണം കൂടും, ചിലപ്പോ വയ്യാണ്ടായി എന്നും വരും. പല പ്രതിസന്ധികളും ഉണ്ടായെന്നിരിക്കും. പക്ഷേ ഉള്ളിൽ തെയ്യുള്ളവര്, വിജയം കൊതിക്കുന്നവര് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ട് ഉയരങ്ങളിൽ എത്തുക തന്നെ ചെയ്യും. നിങ്ങളും ഇപ്പോൾ ഉയരങ്ങളിലേക്കുള്ള യാത്രയിലാ. കയറ്റം കയറാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. ഉറപ്പായും നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തും. എന്റെ മക്കൾ വലിയവരാവും. അത് ഈ അച്ഛന്റെ ആഗ്രഹം കൂടിയാ. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? ഇതൊരു നല്ല അവസരം. ഇതൊരിക്കലും ഞാൻ വിട്ടുകളയില്ല സച്ചേട്ടാ. ഈ ഓർഡർ നമ്മൾ ചെയ്തിരിക്കും.
നീ എന്താണ് ഇങ്ങനെ മൂടി പതിച്ചു കിടക്കുന്നേ? സുഖമില്ലേ? സുധി, നല്ല പനിയുണ്ടല്ലോ. നീ എന്താ പറയാതിരുന്നേ? ആരോട് പറയാനാ? ഞാൻ പറയേണ്ട ആളിവിടെ ഇല്ലല്ലോ. ഓ, ശ്രുതിയോട് മാത്രം നീ പറയുള്ളല്ലേ? എടാ, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? ഞങ്ങൾ നിന്റെ ആരുമല്ലേ? നീ നിന്റെ അമ്മയുടെ മുന്നിൽ അവളെ വെറുക്കുന്നതായിട്ട് അഭിനയിക്കുക മാത്രമേ ചെയ്തേ. നിനക്ക് ഇപ്പോഴും അവളോട് സ്നേഹ. അവള് കൂടെ വേണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട്. നീ ഇത് നിന്റെ അമ്മയോട് പറയേ, അല്ലെങ്കിൽ ശ്രുതി വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയേ. പേടി കാരണം അതൊട്ട് ചെയ്യേയില്ല. എടാ, എത്ര നാളെന്ന് വെച്ചാൽ നീ ഇങ്ങനെ കഴിയാനാ? എടാ, അതൊക്കെ പോട്ടെ, നീ മരുന്ന് കഴിച്ചോ? ഇല്ല. മരുന്ന് കഴിക്കാതെ പനി മാറുമോ? ബാ, എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ടച്ചാ, തനിയെ മാറിക്കോളും. ഹോസ്പിറ്റലൊന്നും പോകണം, ഡോക്ടറെ കണ്ടേ പറ്റൂ. ബാ, എഴുന്നേക്ക്, എഴുന്നേക്ക്, അച്ഛൻ കൂടെ വരാം. ബാ, എഴുന്നേക്ക്. ആ, ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടോ. ഇടാ, ആരുമില്ല എന്നുള്ള തോന്നലൊന്നും വേണ്ട. ഞങ്ങളെല്ലാവരും ഉണ്ട്, നിനക്ക് വിഷമിക്കണ്ട. പെട്ടെന്ന് റെഡിയാവാ, ചെല്ല. ഇത് ഗർഭിണിയായ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ഉണ്ടാക്കിയ സ്പെഷ്യൽ മസാല ദോശ കഴിച്ചേ. വർഷേ, നിക്ക്. എങ്ങോട്ടാ അവിടെ ഇരുന്നേ. അവൻ സ്നേഹത്തോടെ ഉണ്ടാക്കി തരുമ്പോ അത് കഴിക്കാതെ പോകുന്നത് മോശമല്ലേ? കഴിച്ചേ. വേണ്ട. വർഷേ, കഴിക്കേ. സച്ചേട്ടാ, ഒന്ന് പേടിപ്പിച്ചേ, അവള് കഴിച്ചോളും. എത്ര പിള്ളേരെ പേടിപ്പിച്ച് ഭക്ഷണം കഴിപ്പിച്ചിട്ടുള്ളതാ. ഈ കുട്ടിയെ ഞാൻ പേടിപ്പിക്കും. അതെ, ലൈറ്റ് ആയിട്ട് മതി കേട്ടോ, കരയിപ്പിക്കല്ലേ. അല്ലല്ല, കുറച്ച് കരഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. വർഷേ, എവിടെ ഇരുന്നേ? ഇരിക്കാനല്ലേ പറഞ്ഞേ? ആഹാ, സച്ചേട്ടാ, ഇവിടെ നോക്കിയേ. ശ്രീകാന്ത്, ഇവള് പേടിക്കുന്നില്ലല്ലോടാ. ഇവള് നാണം കൊടുത്തൂടെ തന്നെ. ഡോസ് കൂട്ട്. ഹലോ, റെഡിയാവുന്നില്ല? എന്താണീ പഠിക്കാതെ? നിനക്കെന്നെ മനസ്സിലായിട്ടില്ല? നാട്ടിലുള്ള കൊള്ളപ്പലിച്ചക്കാരും തെമ്മാടികളും സച്ചയെ കണ്ട ഓടും. മര്യാദ കഴിച്ചോ, ഇല്ലെങ്കിൽ തൂക്കിയെടുത്ത് ഞാൻ കറക്കി വെളിയിലെറിയും. കണ്ടോ, കരയിച്ചു. ഞാൻ പറഞ്ഞല്ലോ സച്ചേട്ടാ, ലൈറ്റ് ആയിട്ട് മതിന്ന്. അത് ഞാൻ കുറച്ച് കൂടിപ്പോയി. മോളെ, കരയല്ലേ? നിങ്ങളാണൊരു ഭീകരൻ തന്നെ കേട്ടോ. അത് അതെ, സച്ചേട്ടനെ നാണം കെടുത്തണ്ടെന്ന് കരുതി കരഞ്ഞതാ, അല്ലാതെ പേടിച്ചിട്ടൊന്നും അല്ല. പേടിച്ചില്ല, ഇപ്പൊ കൂടുതൽ നാണം കിട്ടും. കണ്ടോ, ഇവിടെ ശരിക്കുന്നുണ്ടോ? അതിനുവേണ്ടിയാണല്ലോ സച്ചേട്ട ഈ ഐറ്റം പുറത്തെടുത്തത്. പക്ഷേ നീ എപ്പോഴും സന്തോഷായിട്ടിരിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും, അല്ലേ സച്ചേട്ടാ?
അതെ. അല്ല ഞാൻ അടുത്ത ഐറ്റം എടുക്കണോ? അയ്യോ വേണ്ട വേണ്ട ഞാൻ ആ, കഴിച്ചോളാം. കഴിച്ചോ. ആ, കഴിച്ചോ. കഴിച്ചോ വർഷേ. ഇതാദ്യം ചെയ്താ പോരായിരുന്നു വർഷേ. കഴിച്ചോ. ഒന്നുകൂടെ വേണോ? ചെറുക്കന്റെ സന്തോഷം കണ്ടില്ലേ? ഇത് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ ആളാ. മുഴുവനും കഴിച്ചു നോക്ക്. ഓ എനിക്ക് മതി. ആ പ്ലേറ്റ് മൊത്തം കാലിയാക്കി എന്നിട്ടാ മതി എന്ന് പറയുന്നേ. പ്ലേറ്റ് ഇതാ ആ വിളിക്കാം. സച്ചിട്ടാ എഴുതി താങ്ക്സ്. പോടാ പോടാ പോടാ. അതെ, ഇവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നാ മതിയോ? കാശ് സംഘടിപ്പിക്കണ്ടേ? സംഘടിപ്പിക്കണം. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എന്നിട്ട് അതൊന്നും പുറത്ത് കാണുന്നില്ലല്ലോ. എന്തിനാ അതൊക്കെ പുറത്ത് കാണിക്കുന്നേ? നമ്മുടെ ടെൻഷനും വിഷമവും ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ കിടന്നാ മതി. അത് മറ്റുള്ളവരെ എന്തിനാ കാണിക്കുന്നത്? ആ വർഷയുടെയും ശ്രീകാന്തിന്റെ കയ്യില് കുറച്ച് കാശ് വല്ലതും കാണുമോ? നമുക്ക് അവരോട് ചോദിച്ചാലോ? പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കാം. ഷേ, അതൊന്നും വേണ്ട സച്ചേട്ടാ. ഈ സമയത്ത് അവരോട് ചോദിക്കുന്നൊന്നും ശരിയല്ല. ആ വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കാം. ശരി, ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. അമ്മയൊന്ന് കാണണം. എങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുവിടാം. ഏയ് വേണ്ട സച്ചേട്ടാ, ഞാൻ സ്കൂട്ടർ എടുത്തിട്ട് പോയിക്കോളാം. സച്ചേട്ടൻ പോയിക്കോ. ശരി. ഒന്നും പറയണ്ട, ഒരു വിധത്തില് ഞാനതങ്ങ് ഒപ്പിച്ചെടുത്ത്. നീ പറയിച്ചേ കേക്കട്ടെ, നല്ല രസമുണ്ട്. ആ, അങ്ങനെ നീ അങ്ങ് രസിക്കണ്ട. സത്യത്തിൽ ഇങ്ങനൊരു പെൺകുട്ടി ഉണ്ടോ? നീ കഥയുണ്ടാക്കി പറയുന്നതല്ലേ? ഉണ്ടടാ, നീ നോക്കിക്കോ, ഞാൻ അവളെ കെട്ടിയിരിക്കും. പുറകെ നടക്കുന്നതല്ലാതെ നീ ഒന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല. പിന്നല്ലേ നീ കെട്ടാൻ പോണത്? സച്ചി വരുന്നു. ആ വരട്ടെ വരട്ടെ, വാ വരട്ടെ 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 വരട്ടെ, കുഴപ്പമില്ല, വാ വാ വാ. ആ മതി. ആ സച്ചി, ഇവൻ നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇവന് പ്രണയിക്കാനുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കുവോ? അതൊക്കെ പിന്നെ പറയാം. എനിക്കിപ്പോൾ അതിനോട് മൂടില്ല. എന്ത് പറ്റിയടാ? ഓട്ടം കുറവായതുകൊണ്ടാണോ? ഏയ്, എനിക്ക് അത്യാവശ്യമുള്ള ഓട്ടമൊക്കെ ഉണ്ട്. പിന്നെന്താ നിന്റെ പ്രശ്നം? എടാ, ചില സമയത്ത് എന്നെ ഒന്നിനും കൊള്ളില്ലാന്ന് തോന്നും. എൻ്റെ അമ്മ മുമ്പ് പറയാറുണ്ട്, നിന്നെ ഒരു പിണ്ണാക്കിനും കൊള്ളില്ലാന്ന്. അത് ശരിയാണെന്ന് ചിലപ്പോൾ തോന്നും. എന്ത് പറ്റി നിനക്ക്? അതെന്താ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? എടാ, രേവതിക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. വലുതെന്ന് പറഞ്ഞാൽ വലുത്. 8.5 ലക്ഷത്തിൻ്റെ ഓർഡറാ. ഡെക്കറേഷൻ ചെയ്യാനുള്ള പൂവ് ഇറക്കണമെങ്കിൽ 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം. ചെറിയ കാശൊന്നും കൊടുത്താൽ പോരാ. എന്നാലേ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും കടയിൽ ഓർഡർ കൊടുക്കാൻ പറ പൂവിന്. അപ്പൊ പിന്നെ ചെറിയ ഒരു തുക അഡ്വാൻസ് കൊടുത്താൽ മതിയാവുമല്ലോ. ഇതറിയുന്ന കട തന്നെയാ. അവള് സ്ഥിരമായിട്ട് പൂവെടുക്കുന്ന കടയാ. 5 ലക്ഷം പെട്ടെന്ന് കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് പൂവിറക്കാൻ പറ്റില്ല. അവള് കാശിന് വേണ്ടി നെട്ടോട്ട് ഓടുക. എന്നെ കൊണ്ടാണെങ്കിൽ വേണ്ട രീതിയിൽ സഹായിക്കാൻ പറ്റുന്നുമില്ല. അഡ്വാൻസ് പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ പൂവ് ഇറക്കില്ല. ആ വർക്ക് ചെയ്യാനും പറ്റില്ല അവൾക്ക്. അത് നഷ്ടമായി പോടാ. അതവൾക്കൊരു വലിയ വിഷമായി പോവും. ഒരു 3 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിലുണ്ട്. അച്ഛൻ്റെ കയ്യിലുള്ള കാശ് കുറച്ച് അച്ഛനെ തന്നിരുന്നു. ബാക്കി തുക കൂടി വേണം. എടാ, നിങ്ങളുടെ കയ്യിരിക്കുന്ന കാശിങ് എടുത്തേ. ഇങ്ങ തന്നെ താ. എന്തൊക്കെ ഇതേ ഇതും കൂടെ ഇരിക്കട്ടെ. ഇത് ഇതാ വെച്ചോ. ഇതൊന്നും വേണ്ട. ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ഞാൻ എങ്ങനെയെങ്കിലും കാശ് സംഘടിപ്പിച്ചോളാം. നിങ്ങളുടെ കയ്യിൽ അധികം കാശൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ചെലവിനുള്ള കാശായിരിക്കും ഇത്.
ഡാ നമുക്കിങ്ങനെ ഒരു അത്യാവശ്യം വന്നാ നീ വെറുതെ നോക്കിയിരിക്കൂ, സഹായിക്കില്ലേ? ഏയ്, എടാ, എടാ, ഇരിക്കട്ടെ. വേണ്ട. എടാ ഇവിടെ ഇരുന്നോട്ടെ. ഏയ്, എടാ, എടാ, ഇരിക്കട്ടെ. വേണ്ട. എടാ ഇവിടെ ഇരുന്നോട്ടെ. എടാ നിങ്ങളുടെ അക്കൗണ്ടിലൊക്കെ എന്തെങ്കിലും കാണൂലേ? അതും കൂടെ അവന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടോടൂ. ഏയ്, അതൊന്നും വേണ്ട. എടാ ഇനി ഏകദേശം എത്ര കാശ് വേണ്ടി വരും? അത് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഒരു 1.5 ലക്ഷം കൂടി വേണ്ടി വരുമെന്നാ തോന്നുന്നേ. ഡാ നിന്റെ അച്ഛമ്മയുടെ അടുത്ത് കാശ് കാണുമല്ലോ, നീ ചോദിച്ചാൽ അതിന്റെ ഇരട്ടി തരും. നീ എന്തായാലും അച്ഛമ്മയോട് ഒന്ന് ചോദിച്ചോക്ക്. അച്ഛമ്മയോട് ചോദിക്കാന്ന് ഞാൻ രേവതിയോട് പറഞ്ഞതാ. പക്ഷെ അവള് പറഞ്ഞു അതൊന്നും വേണ്ട, അച്ഛമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്നാ. പെട്ടെന്ന് അഡ്വാൻസ് കൊടുത്തില്ലെങ്കിൽ കിട്ടിയ ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ടി വരും. കാശിന് ഇനി എവിടെ പോവാനാ? ആ ഹലോ സച്ചേട്ടാ. രേവതി, ഫ്രണ്ട്സ് എല്ലാം കൂടെ കുറച്ച് പൈസ തന്നിട്ടുണ്ട്. എന്നാലും 1.5 ലക്ഷത്തോളം രൂപ വേണം. ഞാൻ വീട്ടിലുള്ളത്. അമ്മയോടൊന്ന് ചോദിച്ചു നോക്കാം. കുറച്ചെന്തെങ്കിലും അമ്മയുടെ കയ്യിൽ കാണാതിരിക്കില്ല. ബാക്കി എവിടെന്നെങ്കിലും സംഘടിപ്പിക്കാം. ശരി രേവതി. ശരി. ആ അമ്മ, അമ്മ കടയിൽ പോയി ഇറങ്ങിയതാണോ? ആ മോളിരിക്കേ. ഇരിക്കുന്നില്ല അമ്മ, എനിക്ക് പെട്ടെന്ന് പോണം. ആ ചേച്ചി, ആ ഇന്ന് പൂവെടുക്കാൻ പോയില്ലേ? പോയിരുന്നു. ഞാൻ അമ്മയോട് ഒരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാ. എനിക്ക് അമ്മയോട് ചോദിക്കാനൊരു ബുദ്ധിമുട്ട്. എന്താടി നീ ഇങ്ങനെ ഒരു അന്യെ പോലെ സംസാരിക്കുന്നേ? നിന്റെ അമ്മയല്ലേ ഞാൻ. നിനക്ക് ഞാൻ എന്താ ചെയ്തു തരണ്ടേ അത് പറ. എന്താടി നീ ഇങ്ങനെ ഒരു അന്യെ പോലെ സംസാരിക്കുന്നേ? നിന്റെ അമ്മയല്ലേ ഞാൻ. നിനക്ക് ഞാൻ എന്താ ചെയ്തു തരണ്ടേ അത് പറ. അമ്മേ, എനിക്ക് വലിയൊരു ഓർഡർ കിട്ടി. ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ ഉടമയുടെ മകളുടെ കല്യാണം. ഓഡിറ്റോറിയത്തിലും വീട്ടിലും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യണം. ഒരു 8.25 ലക്ഷം രൂപയുടെ ഓർഡറാ. 8.25 ലക്ഷത്തിന്റെ ഓർഡറോ? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. മോളെ, അവര് നിന്നെ പറ്റിക്കാൻ പറഞ്ഞതൊന്നും അല്ലല്ലോ? ഏയ് അല്ല അമ്മേ. അപ്പൊ ചേച്ചി ബിസിനസ്സിൽ കുതിച്ചു കയറുകയല്ലേ? ഇനി ചേച്ചി പിടിച്ചാ കിട്ടില്ല. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ ഏകദേശം 7 ലക്ഷം രൂപയുടെ പൂവ് എടുക്കേണ്ടി വരും. പൂവ് ഇറക്കി തരണമെങ്കിൽ 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം. ഞങ്ങളുടെ കയ്യിലിപ്പോ ഏകദേശം 3.5 ലക്ഷത്തോളം രൂപയുണ്ട്. ഇനിയും ഒരു 1.5 ലക്ഷം രൂപ വേണം. അമ്മയുടെ കയ്യില് കുറച്ചെന്തെങ്കിലും എടുക്കാൻ. കുറച്ചുണ്ടായിരുന്നു മോളെ. അത് കഴിഞ്ഞ ദിവസം ലോൺ അടച്ചു. ആ ഇപ്പൊ കയ്യിലൊരു 5000 ഉണ്ട്. അതെടുത്തോണ്ട് വരാം. അല്ലമ്മേ, അത് കിട്ടിയിട്ട് കാര്യമില്ല. മോളെ ഇപ്പൊ വരാം. അമ്മേ വേണ്ട. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരും. അതുകൊണ്ട് അമ്മയുടെ കൈ ഇരിക്കട്ടെ. എങ്കിൽ എന്റെ കുറച്ച് സ്വർണം തരട്ടെ. അത് നീ കൊണ്ടുപോയി പണയം വെച്ചോ. എന്നിട്ട് കാതിലും കഴുത്തിലും ഒന്നും ഇല്ലാതെ നടക്കണം അല്ലേ? അതൊന്നും വേണ്ട. ആ എന്റെ അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചോളാന്നേ. എന്നാലും നീ ചോദിച്ചിട്ട് എനിക്ക് തരാൻ പറ്റിയില്ലല്ലോ. സാരില്ല, പൂ എടുക്കാനുള്ളതല്ലേ. അമ്മ ചെല്ലമ്മേ. മോളെ, നീ എന്തെങ്കിലും കുടിച്ചിട്ട് പോണേ. ദേവു നോക്കിയോണേ. അമ്മ പോ. കാശ് ഞാൻ തരാം. നീയോ? എന്റെ അക്കൗണ്ടില് ഒരു 50,000 രൂപയുണ്ട്. അതെടുത്തു തരാം. നിനക്ക് എന്തെങ്കിലും ആവശ്യം കാണില്ലേ? ഇപ്പൊ എനിക്ക് ഒരാവശ്യമില്ല. ഇനി എന്തെങ്കിലും ആവശ്യം വരാണെങ്കിൽ ചേച്ചീനെ സഹായിച്ചാ മതി. എന്നാലും അതെടുക്കണ്ട ദേവു. ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു. ഞങ്ങൾ
ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പഠിത്തം നിർത്തിയ ആളാ ചേച്ചി. ജോലി ചെയ്ത് പഠിപ്പിച്ച് ഈ നിലയിൽ എത്തിച്ചു. എനിക്ക് ജോലി കിട്ടിയിട്ടും എന്നെ കൊണ്ട് 10 രൂപയുടെ ഉപകാരം ചേച്ചിക്ക് ഉണ്ടായിട്ടില്ല. ചേച്ചി എന്നോട് ഇതുവരെയായിട്ട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ എത്ര തന്നാലും അത് അധികം ആവില്ല. ചേച്ചി ഇത് വാങ്ങണം. ശരി, ഞാൻ വാങ്ങിക്കാം. ഇനി അതിന്റെ പേരിൽ നിനക്കൊരു വിഷമാവണ്ട. പിന്നെ ഫംഗ്ഷൻ കഴിഞ്ഞേ കാശ് കിട്ടൂ. അപ്പൊ നിനക്ക് തിരിച്ചു തന്നേക്കാം കേട്ടോ. അത് ഞാൻ തിരികെ വേണമെന്ന് പറഞ്ഞോ? എന്നാലും ഇനിയിപ്പോ 1 ലക്ഷം രൂപയും കൂടി ആവശ്യമുണ്ട് എനിക്ക്. അതിനിപ്പോ ആരോട് ചോദിക്കുന്നോ? എന്തെങ്കിലും ഒരു വഴി കാണും അല്ലേ ദേവു? എനിക്കറിയാവുന്നൊരു ഫൈനാൻസർ ഉണ്ട്. ഞാൻ അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. അയ്യോ, അതൊക്കെ വേണോ? ഒരു കുഴപ്പമില്ല ചേച്ചി. ഫംഗ്ഷൻ കഴിഞ്ഞ കാശ് കിട്ടുന്നല്ലേ പറഞ്ഞേ, അപ്പൊ കൊടുത്താ മതി. കുറച്ചു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അല്ല, അദ്ദേഹം ഈടൊന്നും വയ്ക്കാതെ അത്രയും കാശ് തരുമോ? തരുന്ന എന്റെ ഒരു വിശ്വാസം. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. നിനക്ക് എന്നെ കൊണ്ട് ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടോ? എന്താ ചേച്ചി ഇത്? ചേച്ചിയുടെ ആവശ്യം എന്ന് പറഞ്ഞാ അത് എന്റെയും കൂടെ ആവശ്യമല്ലേ? ഈ വർക്ക് കഴിയുന്നതോടെ ചേച്ചി വേറെ ലെവലാവും. കണ്ടോ? ഞാനെന്ന് ഇറങ്ങട്ടെ. കാശ് കിട്ടുമ്പോ നീ വിളിക്ക. എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ? ഒന്നും വേണ്ട, കുറച്ച് തിരക്കുണ്ട്. നിന്നെ വെല്ലുവിളിച്ചിരുന്ന പോലെ എന്നെയും വെല്ലുവിളിച്ചിരുന്നു. കിട്ടിയ ഓർഡർ ചെയ്തിരിക്കുന്നൊക്കെ പറയുന്നേ. അതിന് ഞാൻ വിടൂ. ചന്ദ്രമതി ആഗ്രഹിച്ചതുപോലെ തന്നെ സംഭവിക്കും. അവളെ കാശിന് വേണ്ടി നെട്ടോട്ട് ഓടുന്നത് കണ്ട് രസിക്ക്. ഇപ്പൊ തല തോർത്തി കൊടുത്തു എന്ന് വെച്ചിട്ട് എന്താ അമ്മ കുഴപ്പം? 3 മക്കളെ പറ്റി അമ്മയാ ഞാൻ. എനിക്കിങ്ങനെയൊന്നും ആരും ചെയ്തു തന്നിട്ടില്ല. സന്തോഷായമ്മേ. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് 3 മക്കളുണ്ടെന്ന് സമ്മതിച്ചല്ലോ. ഒരു 4 ലക്ഷത്തോളം ഇപ്പൊ കയ്യിലുള്ളൂ. 1 ലക്ഷം രൂപ കൂടി വേണം. ഇവിടെ ഒരു ഫൈനാൻസറെ പരിചയമുണ്ട്. ഒന്ന് ചോദിക്കാന്ന് കരുതി വന്നതാ. നീ വേറെ ആരുടെ മുമ്പിൽ പോയി കൈ നീട്ടണ്ട. എന്റെ കാശുണ്ട്, ഞാൻ തരാം. ചേച്ചി, കാശ് കിട്ടി കേട്ടോ.